Dear students, excretory products and their elimination എന്ന ചാപ്റ്ററിൽ ലാസ്റ്റ് പോർഷനാണ് റെഗുലേഷൻ ഓഫ് കിഡ്നി ഫങ്ഷൻ. കിഡ്നിയുടെ ഫങ്ഷൻ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്, കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. The functioning of kidneys is efficiently monitored and regulated by hormonal feedback mechanism involving the hypothalamus, JGA, and to a certain extent the heart. അപ്പം നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ അതിൻ്റെ പ്രവർത്തനങ്ങൾ എഫിഷ്യൻ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ മോണിറ്റർ ചെയ്യുകയും അതിനെ റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് 3 മെക്കാനിസംസ് ആണ് ഉള്ളത്. 3 ആൾക്കാരാണ് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. അതിലൊന്ന് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് നിങ്ങൾക്കറിയാം ബ്രെയിനിൻ്റെ ഒരു പാർട്ടാണ്. നെക്സ്റ്റ് JGA. JGA എന്ന് പറഞ്ഞാൽ ജസ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്. ജസ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ജസ്റ്റാ ഗ്ലോമറുലാർ നെഫ്രോണിനെ കുറിച്ച് പറഞ്ഞപ്പം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അതായത് അഫറൻ്റ് നെഫ്രോണിൻ്റെ ചില നെഫ്രോണുകൾക്ക് അഫറൻ്റ് ആർട്ടീരിയോൾ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ട്. ആ റീജിയനെയാണ് ജസ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്. ജംഗ്ഷൻ അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു സ്പെഷ്യലൈസ്ഡ് റീജിയനാണ് വിച്ച് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആൻഡ് അഫറൻ്റ് ആർട്ടീരിയോൾ. അഫറൻ്റ് ആർട്ടീരിയോളും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് നെഫ്രോണിൻ്റെ ലാസ്റ്റ് നമ്മൾ പറയുന്ന ഭാഗമാണ്, ലാസ്റ്റ് എൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പിലുള്ള ഭാഗമാണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അപ്പോൾ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും അഫറൻ്റ് ആർട്ടീരിയോളും കൂടെ ചിലതരം നെഫ്രോണിൽ ഒരു സെൻസിറ്റീവായിട്ട് അതിങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിനെയാണ് നമ്മൾ ജസ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ആ ജസ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസും നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒരു ഭാഗമാണ്. അതാണ് ജസ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്. നെക്സ്റ്റ് ഉള്ള ഒരു ഭാഗം ഹൃദയം. ഹാർട്ടും നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് 3 റെഗുലേഷനാണ്. വൺ ഈസ് ദ കൺട്രോൾ ബൈ ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത്, ഹൈപ്പോതലാമസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതൊരു എൻഡോക്രൈൻ ഓർഗനാണ് ഹൈപ്പോതലാമസ്. അതിൽ നിന്ന് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ സ്കൂൾ തലങ്ങളിൽ പഠിക്കുന്നതാണ്. അതിലൊരു ഹോർമോണാണ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ ADH. അതിനെ നമ്മൾ വാസോപ്രസിൻ എന്നുകൂടി അറിയപ്പെടും. അതിൻ്റെ കൺട്രോൾ എങ്ങനെയാണെന്ന് നോക്കാം. രണ്ടാമത്തത് കൺട്രോൾ ബൈ ജസ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്. ഇപ്പം ഞാൻ പറഞ്ഞ ജസ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് അഫറൻ്റ് ആർട്ടീരിയോൾ വിത്ത് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ആ ഒരു റീജിയൻ ആക്ട് ആസ് an organ which control the kidney function. മറ്റൊരെണ്ണമാണ് കൺട്രോൾ ബൈ ഹാർട്ട്. ഹാർട്ടിൽ ഉള്ള ഒരു ഭാഗമാണ്, ഒരു ഫാക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ട്, നമുക്ക് പറയാം. അതിൻ്റെ പേരാണ് ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ. ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ ഓർ ANF. അപ്പോൾ ADHൻ്റെ കൺട്രോളുണ്ട്, JGAയുടെ കൺട്രോളുണ്ട്, ANFൻ്റെ കൺട്രോൾ. ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ കൺട്രോളുകൾ എന്ന് നമുക്ക് നോക്കാം. കൺട്രോൾ ബൈ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ ADH. നമ്മൾ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബ്രെയിനിൻ്റെ ഏറ്റവും സെറിബ്രത്തിൻ്റെ താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു റീജിയനാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിൽ നിന്നാണ് താഴോട്ട് നമ്മൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉള്ളതായിട്ട് പഠിക്കുന്നത്. ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ മുകൾ ഭാഗമാണ് ഹൈപ്പോതലാമസ്. അപ്പം ഹൈപ്പോതലാമസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ADH അല്ലേ, ആൻറ്റി ഡയൂററ്റിക്. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് എ ഹോർമോൺ കോൾഡ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. അതിനെ നമ്മൾ ADH എന്ന് വിളിക്കുന്നു. ADH ഈസ് ഓൾസോ കോൾഡ് വാസോപ്രസിൻ അല്ലേ, വാസോപ്രസിൻ എന്ന് കൂടി ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ ഹൈപ്പോതലാമസ് ആൻഡ് റിലീസ്ഡ് ഇൻ ടു ബ്ലഡ് ബൈ പിറ്റ്യൂട്ടറി. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈപ്പോതലാമസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ, അത് പിന്നെ കൊണ്ടുവന്ന് എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, പിറ്റ്യൂട്ടറിയുടെ പോസ്റ്റീരിയർ ലോബിൽ സ്റ്റോർ ചെയ്യുന്നതായിട്ടൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അല്ലേ. പിറ്റ്യൂട്ടറിക്ക് ആൻറ്റീരിയർ ലോബ്, ഇൻ്റർമീഡിയറ്റ് ലോബ് ആൻഡ് പോസ്റ്റീരിയർ ലോബ് എന്ന് പറയുന്ന 3 ലോബുകളുണ്ട്. നമുക്ക് ഈ
എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ച് നമുക്കൊരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതിൽ നമ്മൾ കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കുക, ഹൈപ്പോതലാമസിൽ നിന്ന് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആ ആൻറ്റി ഡയൂററ്റിക് ഹോർമോണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വെക്കുന്നത് പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ആണ്. ഇനി ഇതിൻ്റെ റോൾ എന്താണെന്ന് നോക്കാം. അങ്ങനെ പോസ്റ്റീരിയർ ലോബിൽ നിന്ന് അത് എന്ത് ചെയ്യുന്നു, ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? ഇതാണ് ഈ പടം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് ഹൈപ്പോതലാമസിൻ്റെ ഭാഗമാണ്, ഇത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. പിറ്റ്യൂട്ടറിയുടെ ആൻറ്റീരിയർ ലോബും ഉണ്ട്, പോസ്റ്റീരിയർ ലോബുണ്ട്. ഈ ഭാഗത്താണ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ വാസോപ്രസിൻ വന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. An excessive loss of fluid from body can activate osmoreceptors of the hypothalamus to release antidiuretic hormone or ADH or vasopressin from the neurohypophysis. അതായത് ADHൻ്റെ ജോലി എന്ന് പറയുന്നത്, ആ പേര് നമുക്കറിയാം, ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ഡയൂറസിസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സസീവ് ലോസ് ഓഫ് വാട്ടർ ഉണ്ടായാൽ, അതായത് നമ്മൾ കിഡ്നിയിൽ ആവശ്യത്തിന് വെള്ളം റീഅബ്സോർബ് ചെയ്യാതെ കൂടുതൽ വാട്ടർ യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് പോയാൽ, അങ്ങനെ ഒത്തിരി പോകുന്നു എന്ന് കാണുമ്പോൾ ഉടൻ തന്നെ ഹൈപ്പോതലാമസിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സസ്സായിട്ട് വെള്ളം നഷ്ടപ്പെടുന്നു എന്ന് കാണുമ്പോൾ, അതായത് നമുക്കറിയാം വെള്ളം റീഅബ്സോർബ് ചെയ്യുന്നത് നെഫ്രോൺസിലാണ്. നെഫ്രോൺസിൻ്റെ കളക്റ്റിംഗ് ട്യൂബുകളിലും ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബുകളിലും ഒക്കെയാണ് റീഅബ്സോർപ്ഷൻ നടക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ എക്സസ്സായിട്ട് നമ്മൾ ആഗിരണം ചെയ്യാതിരുന്ന് വെള്ളം ഒത്തിരി യൂറിനിൽ കൂടെ നഷ്ടപ്പെടുന്ന സമയത്ത് ദ ഓസ്മോ റിസപ്റ്റേഴ്സ് ഓഫ് ഹൈപ്പോതലാമസ് ആക്ടിവേറ്റ് ചെയ്യും. നമ്മുടെ തലച്ചോറിൽ ഉള്ള ഹൈപ്പോതലാമസിലുള്ള ചില റിസപ്റ്റർ സെല്ലുകളാണ് ഓസ്മോ റിസപ്റ്റേഴ്സ്. അതായത് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ സെല്ലുകളിൽ വെള്ളം കുറയുന്നു എന്ന് കണ്ടാൽ ഉടൻ തന്നെ ദിസ് ഓസ്മോ റിസപ്റ്റേഴ്സ് ഗെറ്റ് ആക്ടിവേറ്റഡ് ടു പ്രൊഡ്യൂസ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. അങ്ങനെ ഹൈപ്പോതലാമസിൽ നിന്ന് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് ബ്ലഡിൽ കലരുകയും നമ്മുടെ നെഫ്രോണിൽ വാട്ടർ റീഅബ്സോർപ്ഷനെ ആക്ടിവേറ്റ് ചെയ്യുകയും അങ്ങനെ നമ്മുടെ ബോഡിയിൽ വാട്ടർ ആവശ്യത്തിന് ആഗിരണം ചെയ്യുകയും ചെയ്യും. അതാണ് ഈ ADHൻ്റെ റോളെന്ന് പറയുന്നത്. അപ്പം എക്സസ്സായിട്ട് വാട്ടർ നഷ്ടപ്പെടുമ്പോൾ അല്ലെ ഫ്ലൂയിഡ്സ് നഷ്ടപ്പെടുമ്പോഴാണ് ആര് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? ഹൈപ്പോതലാമസ് സ്റ്റിമുലേറ്റ് ചെയ്യുകയും ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളത്തിൻ്റെ ലോസിനെ അത് പ്രിവെൻറ്റ് ചെയ്യുന്നു അല്ലേ. എക്സസൈസ് വെള്ളം നഷ്ടപ്പെടുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഡൈയൂറസിസ് എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് വാട്ടറാണ്. ഡൈയൂറസിസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എക്സസ് ലോസ് ഓഫ് വാട്ടർ. അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആൾ എന്നുള്ള പേരിലാണ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നുള്ള പേര് വന്നത്. ആൻറ്റി മീൻസ് ഓപ്പോസിറ്റ്, അതായത് വാട്ടർ നഷ്ടപ്പെടുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്ന ആൾ എന്നുള്ള രീതിയിലാണ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന പേര് വാസോപ്രസിന് കിട്ടിയത്. ഇനി വെൻ ബോഡി ഫ്ലൂയിഡ്സ് ഡിക്രീസസ്, ഇപ്പം നമ്മുടെ ബോഡി ഫ്ലൂയിഡ് കുറവാണെങ്കിൽ ADH is secreted and more water is reabsorbed in the kidney tube. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ADH പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ ഈ ഭാഗത്ത് വെച്ച് കൂടുതലായിട്ട് നടക്കുകയും അങ്ങനെ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് വാട്ടർ റീഅബ്സോർബ് ചെയ്യുകയും ചെയ്യും. ഡെഫിഷ്യൻസി ഓഫ് ADH. ചില ആൾക്കാരിൽ ഈ ADHൻ്റെ ഡെഫിഷ്യൻസി വരാം. നമ്മൾ കേട്ടിട്ടുണ്ട് ചില ഹോർമോണുകളൊക്കെ ഡെഫിഷ്യൻ്റ് ആവുന്ന പ്രശ്നങ്ങളൊക്കെ ഡിസോർഡേഴ്സൊക്കെ ഉള്ളതായിട്ട് നമുക്കറിയാം. അതുപോലൊരു ഡിസോർഡറാണ് ഡെഫിഷ്യൻസി ഓഫ് ADH. ADH ഇല്ലാതെ വന്നാൽ എന്ത് സംഭവിക്കും? അതായത് ഒരു പേഴ്സണിൽ ADH ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ, കുറവാണെങ്കിൽ അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് ലീഡ്സ് ടു ദ ഇംപെർമിബിലിറ്റി ഓഫ് ദ ട്യൂബ്യൂൾസ് ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ഹൈപ്പോട്ടോണിക് യൂറിൻ. അപ്പോൾ ADHൻ്റെ സഹായത്താലാണ് നെഫ്രോണിൽ കൂടെ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ നടക്കുന്നത് അല്ലേ. അപ്പോൾ ADH ഇല്ലാതെ പോയാൽ എന്ത് സംഭവിക്കും? ഈ ഭാഗത്ത് വെച്ച് വാട്ടർ റീഅബ്സോർപ്ഷൻ നടക്കാതെ പോകും അല്ലേ. അതാണ് ഇംപെർമിബിലിറ്റി ഓഫ് ട്യൂബ്യൂൾസ്. അത് പെർമിബിൾ ആവരത്തില്ല. ഇംപെർമിബിൾ എന്ന് പറഞ്ഞാൽ വാട്ടറിനെ ആഗിരണം ചെയ്യാൻ കഴിയാതെ പോകുന്നു അല്ലേ. അങ്ങനെ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് എക്സ്ക്രീറ്റഡ് ത്രൂ യൂറിൻ. അതിനെയാണ് നമ്മൾ ഹൈപ്പോട്ടോണിക് യൂറിൻ എന്ന് പറഞ്ഞത്. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ് അല്ലേ. അല്ലെങ്കിൽ അത് ഡൈല്യൂട്ടഡ് യൂറിനെയാണ് നമ്മൾ ഹൈപ്പോട്ടോണിക് എന്ന് പറയുന്നത്. കൂടുതൽ വാട്ടറുള്ള യൂറിനായിരിക്കും പുറത്ത്
പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോകും. ഇങ്ങനൊരു ചില അസുഖങ്ങളുണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. യൂറിനിൽ കൂടെ എക്സസ്സായിട്ട് വാട്ടർ നഷ്ടപ്പെടുന്ന അസുഖത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഡയബറ്റിസ് ഇൻസിപ്പീഡസ് എന്ന് പറയും. എക്സസ് ലോസ് ഓഫ് വാട്ടർ ത്രൂ യൂറിൻ ഈസ് കോൾഡ് ആസ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അപ്പോൾ അത് എന്തിൻ്റെ അഭാവം കൊണ്ടാവുന്ന അല്ലെ എന്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടോ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ ADHൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ഇൻസഫിഷ്യൻറ്റ് ADH, ഹെൻസ് ദ കിഡ്നി മേക്ക് എ ലോട്ട് ഓഫ് യൂറിൻ അല്ലേ. ഹെൻസ് ദ കിഡ്നീസ് മേക്ക് എ ലോട്ട് ഓഫ് യൂറിൻ. കൂടുതൽ യൂറിൻ പുറത്തേക്ക് പോകും എന്ന് പറഞ്ഞാൽ കൂടുതൽ വെള്ളം ആ യൂറിനിൽ കാണും. അപ്പോൾ അങ്ങനെ ഒത്തിരി വെള്ളം നഷ്ടപ്പെട്ടു പോകുന്ന ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഡയബറ്റിസ് ഇൻസിപ്പീഡസ് എന്ന്. അപ്പോൾ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത് വെള്ളവുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ഓർക്കുക. എക്സസ് വാട്ടർ യൂറിനിൽ കൂടെ പോകും. അത് എന്തിൻ്റെ ഡെഫിഷ്യൻസി ആണെന്ന് ഓർക്കുക, ADH. നിങ്ങൾ മറ്റൊരു ഡയബറ്റിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഡയബറ്റിസ് മെലിറ്റസ് അല്ലേ. അത് എക്സസ് ഷുഗർ യൂറിനിൽ കൂടെ പോകുന്നതിനെയാണ് ഡയബറ്റിസ് മെലിറ്റസ്. ഇവിടെ നമ്മൾ ഓർക്കണ്ടേ ADHൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് ഇൻസിപ്പീഡസ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് റെഗുലേഷൻ ഓഫ് കിഡ്നിയാണ്. അപ്പോൾ ADHൻ്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാവും അല്ലേ. അപ്പോൾ വാട്ടറിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ബോഡിയിൽ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ADHൻ്റെ ജോലി. അപ്പോൾ ADH ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹൈപ്പോതലാമസ്. അപ്പോൾ ഹൈപ്പോതലാമസിൻ്റെ റോൾ ഇൻ റെഗുലേഷൻ ഓഫ് കിഡ്നി മനസ്സിലായി കാണും അല്ലേ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കൺട്രോൾ ബൈ ജസ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ്. ജസ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസിൻ്റെ ആയിട്ടുള്ള അതിൻ്റെ കൺട്രോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്താണെന്ന് ഒന്ന് വിശദീകരിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് അഫറൻ്റ് ആർട്ടീരിയോളും ഇതാണ് നമ്മൾ പഠിച്ച അഫറൻ്റ് ആർട്ടീരിയോൾ അല്ലേ. അഫറൻ്റ് ആർട്ടീരിയോൾ കയറി ഗ്ലോമറൂലസ് ആയിട്ട് പുറത്തേക്ക് വരുന്ന ഭാഗം. അപ്പം ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചത് ബൗമാൻസ് ക്യാപ്സ്യൂൾ, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഇങ്ങനെ വരുന്നു, ഹെൻലീസ് ലൂപ്പ് വരുന്നു, പിന്നെ ഇത് തിരിച്ച് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അപ്പോൾ ചിലതരം നെഫ്രോണിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ എന്ത് കാണാൻ കഴിയും? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആരുമായിട്ട് ജോയിൻ ചെയ്യുന്നതായിട്ട് കാണാം? അഫറൻ്റ് ആർട്ടീരിയോളുമായിട്ട് ഇങ്ങനെ ഒരു കണക്ഷൻ ഇവിടെ കാണാം. ഡയറക്റ്റ് കണക്ഷൻ അല്ല, ഇത് തമ്മിലൊരു ടിഷ്യൂ വെച്ച് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റാഗ്ലോമറുലാർ നെഫ്രോണുകളിൽ മാത്രമേ ഈ തരം കോമ്പിനേഷൻ നമുക്ക് കാണാൻ കഴിയൂ. അപ്പോൾ ഈ ഒരു റീജനെയാണ് നമ്മൾ ജസ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു പ്രത്യേക തരം എൻസൈം അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ സബ്സ്റ്റൻസ് ആണ് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. അപ്പോൾ ഇത് കൂടുതൽ വ്യക്തമാക്കുന്ന ഒരു ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് ആണ് ഈ ഭാഗം. അതായത് ഇത് എന്താണ്? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഇത് അഫറൻ്റ് ആർട്ടീരിയോൾ. അഫറൻ്റ് ആർട്ടീരിയോളും ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും കൂടി ജോയിൻ ചെയ്യുന്ന ചില ഭാഗങ്ങൾ, ചില ഒരു റീജൻ ഉണ്ട്. ആ റീജനെയാണ് നമ്മൾ ജസ്റ്റാഗ്ലോമറുലാർ സെൽസ് അല്ലെങ്കിൽ ജസ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് എന്ന് പറയും. ഇതൊരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ പേരാണ് റെനിൻ എന്ന് പറയും. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ എങ്ങനെയാണ് ജസ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതെന്നാണ് നമുക്ക്. വെൻ ബ്ലഡ് പ്രഷർ ഇൻ ദ അഫറൻ്റ് ആർട്ടീരിയോൾ ഡിക്രീസസ്, അതായത് അഫറൻ്റ് ആർട്ടീരിയോൾ നമ്മൾ നേരത്തെ പറഞ്ഞു റീനൽ ആർട്ടറിയിൽ നിന്നുള്ളൊരു ബ്രാഞ്ചാണ് അഫറൻ്റ് ആർട്ടീരിയോൾ അല്ലേ. അപ്പോൾ അഫറൻ്റ് ആർട്ടീരിയോളിൽ കൂടെ ബ്ലഡ് ഹൈ പ്രഷറിൽ വന്നാൽ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ ഇവിടെ ഫിൽട്രേഷൻ പ്രോസസ്സ് നടക്കുന്ന കാര്യം അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ എപ്പോഴെങ്കിലും അഫറൻ്റ് ആർട്ടീരിയോളിലെ ബ്ലഡിൻ്റെ പ്രഷർ ഒന്ന് കുറയുന്നു എന്ന് കണ്ടാൽ JGA, അതായത് ജസ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസ് റിലീസസ് ആൻ എൻസൈം നോൺ ആസ് റെനിൻ ഇൻ ടു ദ ബ്ലഡ്. അപ്പോൾ ബ്ലഡിലേക്ക് ഈ അപ്പാരറ്റസ് ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ഇതൊരു പ്രത്യേക സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതൊരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ആ എൻസൈമിൻ്റെ പേരാണ് റെനിൻ. എപ്പോഴാണ് റെനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അഫറൻ്റ് ആർട്ടീരിയോളിൽ ബ്ലഡിൻ്റെ പ്രഷർ കുറയുന്നു എന്ന് കണ്ടാൽ, ബ്ലഡിൻ്റെ പ്രഷർ കുറഞ്ഞാൽ ഇവിടെ ഫിൽട്രേഷൻ്റെ പ്രോസസ്സും കുറയും അല്ലേ, ഫിൽട്രേഷൻ റേറ്റും കുറയും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി അഫറൻ്റ് ആർട്ടീരിയോളിലെ ബ്ലഡിൻ്റെ പ്രഷർ കുറയുന്നു എന്ന് കാണുമ്പോൾ ജസ്റ്റാഗ്ലോമറുലാർ അപ്പാരറ്റസിൽ നിന്ന് റെനിൻ എന്ന് പറയുന്ന ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. റെനിൻ
കൺവേർട്സ് എ പ്ലാസ്മ പ്രോട്ടീൻ. ഉടൻ തന്നെ റെനിൻ്റെ ഒരു പ്രത്യേകത, ബ്ലഡിലേക്ക് റെനിൻ വന്നു കഴിഞ്ഞാൽ ബ്ലഡിൽ ധാരാളം പ്രോട്ടീൻസ് ഉണ്ട്, പ്ലാസ്മ പ്രോട്ടീൻ. അതിലൊരു പ്രോട്ടീനാണ് ആൻജിയോടെൻസിനോജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ഈ ആൻജിയോടെൻസിനോജൻ എന്ന് പറയുന്ന ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീനെ ആക്ടിവേറ്റ് ചെയ്യുന്നു, അല്ലേ? അങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അത് ആൻജിയോടെൻസിൻ 1 എന്നും പിന്നീട് ആൻജിയോടെൻസിൻ 2 എന്നുമായിട്ടത് മാറും. അപ്പോൾ റെനിൻ കൺവേർട്സ് എ പ്ലാസ്മ പ്രോട്ടീൻ ആൻജിയോടെൻസിനോജൻ ടു എ ഹോർമോൺ നോൺ ആസ് ആൻജിയോടെൻസിൻ 1 then 2. ഇത് എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. ആൻജിയോടെൻസിൻ 1 കഴിഞ്ഞിട്ടാണ് ആൻജിയോടെൻസിൻ 2 ഉണ്ടാകുന്നത്. ഇനി ആൻജിയോടെൻസിൻ 2 എന്ന് പറഞ്ഞാൽ അത് ബ്ലഡിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസ്ട്രിക്ട് ദ ആർട്ടീരിയോൾസ് ആൻഡ് ബ്ലഡ് പ്രഷർ ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് ദെയർ ബൈ GFR. അതായത് ആൻജിയോടെൻസിൻ ബ്ലഡിൽ കലർന്നു കഴിയുമ്പോൾ ഉടൻ തന്നെ അത് ആർട്ടീരിയോൾസ് എന്ന് പറഞ്ഞാൽ ആർട്ടറിയുടെ ചെറിയ ആർട്ടറികളെയാണ്, ആർട്ടീരിയോളുകളെ കൺസ്ട്രിക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ചുരുങ്ങും. ബ്ലഡ് വെസൽസിനെ ചുരുക്കുമ്പോൾ ആ ബ്ലഡ് വെസലിൻ്റെ അകത്തുള്ള ബ്ലഡിൻ്റെ പ്രഷർ കൂടുന്നു. അങ്ങനെ ബ്ലഡിൻ്റെ പ്രഷർ കൂടുമ്പോൾ ഈ അഫറൻറ്റ് ആർട്ടീരിയോളിൽ കൂടി വരുന്ന ബ്ലഡിൻ്റെ പ്രഷർ കൂടുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഈ ഗ്ലോമറൂലസ് വെച്ച് ഫിൽട്രേഷൻ പ്രോസസ്സ് നടക്കും, അല്ലേ? ആ ഫിൽട്രേഷൻ പ്രോസസ്സ് വേഗത്തിൽ നടക്കും, കൂടുതലായിട്ട് നടക്കും. അങ്ങനെ കൂടുതലായിട്ട് നടന്നാൽ എന്ത് സംഭവിക്കും? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കൂടുതലായിരിക്കും. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അല്ലേ? ഗ്ലോമറൂലസിൽ കൂടെ ബ്ലഡ് പോകുന്ന സമയത്ത് അരിച്ചു മാറുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ തോത് കൂടുകയും ചെയ്യും. അപ്പോൾ ആൻജിയോടെൻസിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ആർട്ടീരിയോൾസിൻ്റെ അകത്തെ ബ്ലഡിൻ്റെ പ്രഷർ കൂട്ടുകയും അതുവഴി ഫിൽട്രേഷൻ റേറ്റ് കൂട്ടുകയും ചെയ്യുകയാണ് JGAയുടെ ഫങ്ഷൻ. അപ്പോൾ JGAയുടെ റോള് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇതിന് മറ്റൊരു ഫങ്ഷൻ കൂടിയുണ്ട് JGAക്ക്. ആൻജിയോടെൻസിൻ ഓൾസോ ആക്ടിവേറ്റ്സ് ദ അഡ്രീനൽ കോർട്ടെക്സ്. ആദ്യം നമ്മൾ പറഞ്ഞ ഫങ്ഷൻ കൂടാതെ ആൻജിയോടെൻസിൻ ബ്ലഡിൽ ഉണ്ടെന്ന് കാണുമ്പോൾ ഇറ്റ് ഓൾസോ ആക്ടിവേറ്റ്സ് ദ അഡ്രീനൽ കോർട്ടെക്സ് ടു റിലീസ് ആൽഡോസ്റ്റിറോൺ. ആരെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്? അഡ്രീനൽ കോർട്ടെക്സ്. എന്താണ് അഡ്രീനൽ ഗ്ലാൻഡ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കിഡ്നിയുടെ മുകളിലുള്ള ഒരു തൊപ്പി പോലിരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്ലാൻഡ്. ആ അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കിയാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഔട്ടർ കോർട്ടെക്സ് എന്നും ഇന്നർ മെഡുല്ല എന്ന് പറയുന്ന 2 റീജിയൻസ് ഉണ്ട്. ആ 2 റീജിയൻസിൽ നിന്നും 2 വ്യത്യസ്ത തരത്തിലുള്ള ഹോർമോണുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് അഡ്രീനൽ കോർട്ടെക്സിലെ ഒരു ഹോർമോണായ ആൽഡോസ്റ്റിറോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആര്? ആൻജിയോടെൻസിനോജൻ. അപ്പോൾ ആൻജിയോടെൻസിനോജൻ ഓൾസോ ആക്ടിവേറ്റ് ദ അഡ്രീനൽ കോർട്ടെക്സ് to release aldosterone. Aldosterone causes reabsorption of sodium and water from the distal part of the tubule. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും? ആൽഡോസ്റ്റിറോണിൻ്റെ ഫംഗ്ഷൻ എന്താ? റീഅബ്സോർബ് ദ സോഡിയം ആൻഡ് വാട്ടർ ഫ്രം ദ ഡിസ്റ്റൽ പാർട്ട് ഓഫ് ദ റീനൽ ട്യൂബ്യൂൾ. ഇപ്പോൾ ഡിസ്റ്റൽ ഭാഗം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൽ കൺവലേറ്റഡ് ട്യൂബ്യൂളിൻ്റെ ഭാഗത്തുനിന്ന് ലവണങ്ങളുടെ, പ്രത്യേകിച്ച് സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഒക്കെ ആഗിരണത്തിനെയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ആഗിരണത്തിനെയും ഒക്കെ അത് സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ അതുവഴി ലവണങ്ങളുടെ തോത് ക്രമീകരിക്കുന്നതും ആരാണ്? ആൻജിയോടെൻസിൻ തന്നെയാണ്, അല്ലേ? ആൻജിയോടെൻസിൻ ആരെ ആക്ടിവേറ്റ് ചെയ്യും? അഡ്രീനൽ കോർട്ടെക്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ആൽഡോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് വിച്ച് ഹെൽപ്പ് ഇൻ ദ റീഅബ്സോർപ്ഷൻ ഓഫ് അയോൺസ്, വാട്ടർ ആൻഡ് അയോൺസ്. ദിസ് ഓൾസോ ലീഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ ആൻഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. അതുവഴി ബ്ലഡ് പ്രഷർ കൂടുകയും. അപ്പം ആൻജിയോടെൻസിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് 2 ജോലികളാണ്. ഒന്ന് ബ്ലഡിലെ പ്രഷർ കൂട്ടുകയും ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ റീഅബ്സോർപ്ഷൻ ഓഫ് അയോൺസ്. ഈ 2 ജോലികളാണ് ചെയ്യുന്നത്. ദിസ് കോംപ്ലക്സ് മെക്കാനിസം ഈസ് ജനറലി നോൺ ആസ് ദ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം. അതായത് റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്നാണ് ഈ ഒരു മെക്കാനിസത്തിനെ പറയുന്നത്, ഈ കോംപ്ലക്സ് മെക്കാനിസം. ആ കോംപ്ലക്സ് മെക്കാനിസത്തിന് പറയുന്ന പേരാണ് റാസ് എന്നുകൂടി പറയും. RAAS എന്നുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ അത് എഴുതിയിരിക്കും. അതിനെ നമ്മൾ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്ന് കൂടിയാണ് ഇതിന് പറയുന്നത്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫ്ലോ ചാർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ ബുക്കിൽ വരച്ചു വെക്കുക. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. JGA റിലീസസ് റെനിൻ.
JGA എന്ന് പറയുന്ന സാധനം റെനിൻ ഉൽപ്പാദിപ്പിക്കുന്നു. റെനിൻ ആൻജിയോടെൻസിനോജൻ എന്ന് പറയുന്ന പ്രോട്ടീനെ ആദ്യം ആൻജിയോടെൻസിനോജൻ ടെൻസിൻ 1 ആക്കുന്നു, പിന്നീട് അതിനെ കൺവേർട്ട് ചെയ്ത് ആൻജിയോടെൻസിൻ 2 ആക്കുന്നു, അല്ലേ? എന്നിട്ട് ഇതിൻ്റെ 2 ഫംഗ്ഷൻ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? ആൻജിയോടെൻസിൻ 1 2ൻ്റെ ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത് ആർട്ടീരിയോൾസിനെ കൺസ്ട്രക്റ്റ് ചെയ്ത് ചുരുക്കിയിട്ട് ബ്ലഡ് പ്രഷർ കൂട്ടുക, അല്ലേ? ബ്ലഡ് പ്രഷർ കൂട്ടുമ്പോൾ അതിനനുസരിച്ച് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് അല്ലെ GFR കൂടുന്നു. അതേപോലെ ആൻജിയോടെൻസിന് മറ്റൊരു ജോലിയും കൊണ്ടുണ്ട്. അഡ്രീനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ആൽഡോസ്റ്റിറോണിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും thus it helps in the increased absorption of the water and sodium ions, അല്ലേ? അപ്പോൾ ഇത് 2 ജോലികളും നമ്മൾ അതുവഴി ബ്ലഡിൻ്റെ പ്രഷർ കൂടുകയും thereby glomerular filtration rate also increases. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ ഒരു സിസ്റ്റം അല്ലെ ഈ ഒരു മെക്കാനിസത്തിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് റാസ് അല്ലെങ്കിൽ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റം എന്ന് പറയും. ഇനി മൂന്നാമത്തെ കൺട്രോൾ ഈസ് ബൈ ദ ഹാർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹാർട്ടും നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു റെഗുലേറ്ററി സംഭവമാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ഇനി ഹാർട്ട് എന്താണ് ഹാർട്ടിൻ്റെ റോൾ എന്താണെന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ ഭിത്തിയിൽ ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ കെമിക്കലിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടറിൻ്റെ പേരാണ് ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ എന്ന് പറയും. അതായത് ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ ഏട്രിയത്തിൻ്റെ ഭിത്തിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ആട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ. ആൻ ഇൻക്രീസ് ഇൻ എപ്പോഴാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആൻ ഇൻക്രീസ് ഇൻ ബ്ലഡ് ഫ്ലോ ടു ദ ഏട്രിയ ഓഫ് ദ ഹാർട്ട് ക്യാൻ കോസ് ദ റിലീസ് ഓഫ് ഏട്രിയൽ നാട്രി യൂററ്റിക് ഫാക്ടർ. അപ്പോൾ ബ്ലഡ് കൂടുതലായിട്ട് ഹൃദയത്തിലേക്ക് ഒഴുകുന്ന സമയത്ത് ആണ് ബ്ലഡിൻ്റെ പ്രഷർ കൂടിയിരിക്കുന്ന സമയത്താണ് ANF പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ANF ആണ്. ANF ക്യാൻ കോസ് വാസോ ഡയലേഷൻ, അല്ലേ? മുമ്പ് നമ്മൾ പറഞ്ഞു ആൻജിയോടെൻസിൻ ബ്ലഡ് വെസൽസിനെ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടാണ് പ്രഷർ കൂട്ടിയെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഓപ്പോസിറ്റാണ് ANF ചെയ്യുന്നത്. ANFൻ്റെ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസോ ഡയലേഷൻ. വാസോ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽ, വാസ്കുലാർ സിസ്റ്റം അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിനെയാണ് വാസ്കുലാർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ വാസ്കുലാർ സിസ്റ്റത്തിനെ ഡയലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വികസിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബ്ലഡിൻ്റെ പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ANF ക്യാൻ കോസ് വാസോ ഡയലേഷൻ അല്ലെങ്കിൽ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് ദെയർബൈ ഡിക്രീസസ് ദ ബ്ലഡ് പ്രഷർ. അതുവഴി എന്ത് കുറയ്ക്കും? ബ്ലഡിൻ്റെ പ്രഷർ കുറയ്ക്കും. അപ്പോൾ ANF മെക്കാനിസം therefore act as a check on the renin angiotensin mechanism. അപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്ന് പറയുന്നത് ബ്ലഡിൻ്റെ പ്രഷർ കൂട്ടുകയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഫങ്ഷനാണ് ആര് ചെയ്യുന്നത്? ANF ചെയ്യുന്നത്. അപ്പോൾ ANFൻ്റെ ജോലി എന്താണ്? ബ്ലഡിൻ്റെ പ്രഷർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ രണ്ടും ആൻറ്റഗോണിസ്റ്റിക് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആൻറ്റഗോണിസ്റ്റിക് മീൻസ് ഓപ്പോസിറ്റ് ഇൻ ഫങ്ഷൻ. അപ്പോൾ ഈ 3 കൺട്രോൾ സിസ്റ്റംസ് ആണ് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഈ 3 നിങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന്, ആദ്യത്തെ പറഞ്ഞ ഹൈപ്പോതലാമസിൻ്റെ കൺട്രോൾ എങ്ങനെയാണ്, രണ്ടാമത് പറഞ്ഞ ജസ്റ്റാ ഗ്ലോമെറുലാർ അപ്പാരറ്റസിൻ്റെ കൺട്രോൾ എങ്ങനെയാണ്, മൂന്നാമത് പറഞ്ഞത് ഹാർട്ടിൻ്റെ കൺട്രോൾ എന്താണ്. ഇത് 3ഉം നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്താണ് മിക്റ്റ്യൂറേഷൻ. എന്താണ് മിക്റ്റ്യൂറേഷൻ? ഈ ഡയഗ്രാം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് മിക്റ്റ്യൂറേഷൻ. The elimination of urine from urinary bladder is known as micturition. യൂറിനറി ബ്ലാഡറിൽ നിന്ന് യൂറിനറി ബ്ലാഡറിൽ നിന്ന് യൂറിൻ പുറത്തേക്ക് പോകുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ മിക്റ്റ്യൂറേഷൻ അല്ലെ യൂറിനേഷൻ നമ്മൾ പറയുന്നതിനെയാണ് മിക്റ്റ്യൂറേഷൻ. ദിസ് ഇസ് ഡൺ ബൈ, വെറുതെ നമുക്ക് മിക്റ്റ്യൂറേഷൻ നടത്താൻ പറ്റാറില്ല അല്ലേ? എങ്ങനെയാണ് നമുക്ക് യൂറിൻ പുറത്ത് കളയണം എന്ന് തോന്നുന്നതെന്നുള്ള ആ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാവണം അല്ലേ? ദിസ് ഇസ് ഡൺ ബൈ simultaneous contraction of the smooth muscles of the urinary bladder and the relaxation of the skeletal muscles around the opening of the urethral sphincters. അതായത് നമ്മുടെ യൂറിനറി ബ്ലാഡറിൻ്റെ അകത്ത് യൂറിൻ ഫില്ല് ചെയ്ത് ഇരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു കൺട്രാക്ഷൻ ഉണ്ടാകും. അതായത് യൂറിൻ നിറഞ്ഞു എന്നുള്ള ഒരു സൂചന വരികയും അങ്ങനെ യൂറിനറി ബ്ലാഡറിനുണ്ടാകുന്ന ഒരു കൺട്രാക്ഷനും അതേപോലെ തന്നെ
ആ യൂറിനറി ബ്ലാഡറിനോട് ചുറ്റിനുമുള്ള നമ്മുടെ പെൽവിക് റീജൻ അല്ലേ, ഇടുപ്പ് ഭാഗത്തുള്ള സ്കെൽറ്റൽ മസിൽസിൻ്റെ റിലാക്സേഷനും കൂടി ചേരുമ്പോൾ മാത്രമേ യൂറിനറി ബ്ലാഡർ തുറക്കുകയും യൂറിനറി ബ്ലാഡറിൽ നിന്ന് യൂറിൻ പുറത്തേക്ക് പോവുകയും ചെയ്യും. ദ ടെൻഡൻസി ഫോർ യൂറിനേഷൻ ഈസ് ജനറേറ്റഡ് ബൈ ദ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ഇൻ ദ ബ്ലാഡർ ആൻഡ് ഈസ് സെൻഡ് സിഗ്നൽസ് ടു ദ സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലേ. നമ്മുടെ യൂറിനറി ബ്ലാഡർ എന്നറിയുമ്പോഴാണ് നമുക്ക് യൂറിനേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നത് അല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ ഒരു സ്ട്രെച്ചിങ് ഉണ്ടാകും, സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ഒരു വലിച്ചിലുണ്ടാകും. ആ വലിച്ചിൽ എവിടേക്ക് സിഗ്നൽസ് അയക്കും? സെൻട്രൽ നെർവസ് സിസ്റ്റം, നമ്മളെ ബ്രെയിന് അല്ലെങ്കിൽ സ്പൈനൽ കോഡിലേക്ക് ഇമ്പൾസ് വിടും. ദ സെൻട്രൽ നെർവസ് സിസ്റ്റം പാസസ് ഓൺ മോട്ടോർ മെസ്സേജസ് ടു ദ റിസപ്റ്റീവ് മസിൽസ്. മുമ്പ് നമ്മൾ പറഞ്ഞ യൂറിനറി ബ്ലാഡറിൻ്റെ മസിൽസിലേക്കും അതുപോലെ തന്നെ സ്കെൽറ്റൽ, അതിന് ചുറ്റിനുമുള്ള സ്കെൽറ്റൽ മസിൽസിലേക്ക് ഇമ്പൾസ് വരികയും അതുവഴി ഈ യൂറിനറി ബ്ലാഡറിൻ്റെ ഓപ്പണിംഗ് സ്ട്രെച്ച് ചെയ്യുകയും അങ്ങനെ എന്തുണ്ടാവുന്നു? ഒരു റിഫ്ലെക്സ് അവിടെ ഉണ്ടാകും. ദിസ് ഈസ് ദ മിക്റ്റുയൂറേഷൻ റിഫ്ലെക്സ്. അതായത് നമുക്ക് പുറത്തേക്ക് യൂറിൻ പുറത്ത് കളയണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ് മിക്റ്റുയൂറേഷൻ നടക്കുന്നത്. ഹ്യൂമൻ അഡൽട്ട്, നമ്മുടെ യൂറിൻ്റെ പ്രത്യേകതയാണ്. എന്താണ് യൂറിൻ, എത്രയാണ് യൂറിൻ്റെ അളവ്, അതിൻ്റെ pH എന്താണെന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഹ്യൂമൻ അഡൽട്ട് പ്രൊഡ്യൂസ് അറൗണ്ട് 1 to 1.5 liters ഓഫ് യൂറിൻ പെർ ഡേ. നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്ന ഒരാളിൽ 180 ലിറ്ററാണ് ഉണ്ടാകുന്നത് അല്ലേ. പക്ഷേ നമ്മൾ പുറത്ത് കളയുന്ന യൂറിൻ്റെ അളവെന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? 1 തൊട്ട് 1.5 ലിറ്റർ മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി അസിഡിക് ആണ് യൂറിൻ. അതിൻ്റെ pH എന്ന് പറയുന്നത് pH is 6. ഇറ്റ് ഈസ് പെയിൽ യെല്ലോ ഇൻ കളർ, ലൈറ്റ് മഞ്ഞ കളറാണ്. ബഡ് കളർ, വോളിയം ആൻഡ് കോമ്പോസിഷൻ മേ ചേഞ്ചസ് വിത്ത് ദ നേച്ചർ ഓഫ് ഡയറ്ററി ഇൻടേക്ക്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചാണ് യൂറിൻ്റെ കളറ്, യൂറിൻ്റെ വോളിയം, അതിൻ്റെ കോമ്പോസിഷൻ ഇതെല്ലാം മാറിക്കൊണ്ടേ ഇരിക്കും അല്ലേ. നമ്മൾ ചില മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ യൂറിൻ്റെ കളറിന് വ്യത്യാസം വരാറുണ്ട് അല്ലേ. നമ്മൾ ഏറെ വെള്ളം കുടിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ യൂറിൻ്റെ കണ്ടൻറ്റ് കൂടുതലും അല്ലേ, വോളിയം കൂടാറുണ്ട് അല്ലേ. അതിനനുസരിച്ച് അനാലിസിസ് ഓഫ് യൂറിൻ ഹെൽപ്പ് ഇൻ ദ ഐഡൻറ്റിഫൈ മെനി മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഇൻക്ലൂഡിങ് ദി മാൽ ഫങ്ഷനിങ് ഓഫ് എ കിഡ്നി. നമ്മൾ സാധാരണ എന്തെങ്കിലും നമുക്ക് അസുഖങ്ങളുണ്ടോ അല്ലെ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും കൂടുതൽ എങ്ങനെയാണ്? യൂറിൻ അനാലിസിസ് നടത്തിയിട്ടാണ് അല്ലേ. യൂറിൻ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പല മെറ്റബോളിക് ഡിസോർഡേഴ്സ്, നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ നമുക്ക് മനസ്സിലാക്കാനും കിഡ്നി നേരാമണ്ണോ അല്ലയോ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും യൂറിൻ അനാലിസിസ് കൊണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഗ്ലൈക്കോസ്യൂറിയ. അതായത് ഗ്ലൈക്കോസ്യൂറിയ എന്ന് പറഞ്ഞാൽ എന്താ? പ്രസൻസ് ഓഫ് ഗ്ലൂക്കോസ്. യൂറിൻ്റെ അകത്ത് ഗ്ലൂക്കോസിൻ്റെ, സാധാരണ കേസിൽ യൂറിൻ്റെ അകത്ത് ഗ്ലൂക്കോസ് വരാറില്ല. പക്ഷേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ നമ്മൾ ഗ്ലൂക്കോസ് യൂറിനിൽ വരുന്നത് അല്ലേ. അതുപോലെ കീറ്റോൺ യൂറിയ, പ്രസൻസ് ഓഫ് കീറ്റോൺ ബോഡി. അതായത് നമ്മുടെ കിഡ്നിയിൽ കീറ്റോൺ ബോഡീസ്, പ്രോട്ടീൻ മെറ്റബോളിസത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ് കീറ്റോൺ ബോഡീസ്. അതും നമ്മുടെ യൂറിൻ്റെ അകത്ത് വരികയാണെങ്കിൽ ഇതെല്ലാം എന്തിൽ ഇൻഡിക്കേറ്റ് ചെയ്യും? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഡയബറ്റിസ് മെലിറ്റസ്. ഡയബറ്റിസ് മെലിറ്റസ് നമുക്കറിയാം അല്ലേ, ഷുഗർ എന്ന് പറയുന്ന അസുഖം. ആ അസുഖം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്താൽ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് വരുന്നത്. ഇനി മറ്റ് ചില ഓർഗൻസിനെ കുറിച്ചാണ്. നമ്മുടെ എക്സ്ക്രിറ്ററി ഓർഗൻ, പ്രധാനപ്പെട്ട ഓർഗൻ എന്ന് പറയുന്നത് കിഡ്നിയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് കൂടാതെ നമുക്ക് മറ്റ് ചില അവയവങ്ങൾ കൂടി എക്സ്ക്രീഷൻ ചെയ്യുന്നുണ്ട് അല്ലേ. അതിലൊന്നാണ് ലങ്സ് ഒരു പരിധിവരെ എക്സ്ക്രീഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ലിവർ, പിന്നൊരെണ്ണം സ്കിൻ. ഓൾസോ ഹെൽപ്പ് ഇൻ ദ എലിമിനേഷൻ ഓഫ് എക്സ്ക്രിറ്ററി വേസ്റ്റ്. അപ്പോൾ ലങ്സ്, ലിവർ, സ്കിന്ന് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ക്രീഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. ഈ ലങ്സിൻ്റെ കാര്യം പറഞ്ഞാൽ അവർ ലങ്സ് റിമൂവ്സ് ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ്. അപ്രോക്സിമേറ്റ്ലി പറഞ്ഞിരിക്കുന്നത് 200 ml പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 200 ml കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ലങ്സ് പുറന്തള്ളുന്നുണ്ട്. ആൻഡ് ഓൾസോ സിഗ്നിഫിക്കൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എവറി ഡേ. കുറേ എമൗണ്ടിലുള്ള വെള്ളവും നമ്മൾ ശ്വസിക്കുന്ന കൂട്ടത്തിൽ പുറന്തള്ളാറുണ്ട്. അതുപോലെ ലിവർ, കരൾ. ലിവർ ദ ലാർജസ്റ്റ് ഓർഗൻ ഇൻ ബോഡി സെക്രീറ്റ്സ് ബൈൽ. നമുക്കറിയാം ബൈൽ പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ.
ബൈൽ ഒരു എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആണ് കണ്ടെയ്നിങ് സബ്സ്റ്റൻസസ് ലൈക്ക് ബിലിറൂബിൻ, ബിലിവെർഡിൻ, കൊളസ്ട്രോൾ, ഡീഗ്രേഡഡ് സ്റ്റിറോയിഡ് ഹോർമോൺസ്, വൈറ്റമിൻസ് ആൻഡ് ഡ്രഗ്സ്. ഇതെല്ലാം എക്സസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലോ അല്ലെ സ്റ്റീറോയിഡ് ആയിട്ടുള്ള ഹോർമോണുകൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലോ വൈറ്റമിൻസ് എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിലോ ഡ്രഗുകളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലോ അതൊക്കെ എക്സസ് ആയിട്ട് നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ അതിനെയെല്ലാം പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരാളാണ് ലിവർ എന്ന് പറയുന്ന ആൾ. മോസ്റ്റ് ഓഫ് ദീസ് സബ്സ്റ്റൻസ് അൾട്ടിമേറ്റ്ലി പാസസ് ഔട്ട് അലോങ് വിത്ത് ദ ഡൈജസ്റ്റീവ് വേസ്റ്റ്. അപ്പം നമ്മുടെ ബ്ലഡിലുള്ള ഈ വേസ്റ്റുകളെ എല്ലാം കളക്ട് ചെയ്ത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ അകത്തേക്കാണ് ഈ ബൈലിനോടൊപ്പം, അല്ലേ, ബൈല് നമുക്കറിയാം പിത്തരസം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്, അതിൻ്റെ അകത്തുകൂടെ പുറന്തള്ളാറുണ്ട്. അതുപോലെ സ്കിൻ, ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് സ്വെറ്റ് ഈസ് ടു ഫെസിലിറ്റേറ്റ് എ കൂളിംഗ് എഫക്റ്റ് ഓൺ ദ ബോഡി സർഫസ്. സ്കിൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഇറ്റ് പ്രൊഡ്യൂസ് സ്വെറ്റ്, അല്ലേ, വിയർപ്പ് ഗ്രന്ഥികളുണ്ട്, വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ വിയർപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ കൂൾ ചെയ്യുന്ന ഒരു സാധനമാണ്, അല്ലേ. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കുക എന്നുള്ള ജോലിയാണ് സ്വെറ്റിങ്ങിൻ്റെ ഫങ്ഷൻ. അതോടൊപ്പം അതിന് വേറൊരു ഫങ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ ദ റിമൂവൽ ഓഫ് സോഡിയം ക്ലോറൈഡ്, സ്മോൾ എമൗണ്ട്സ് ഓഫ് യൂറിയ, ലാക്റ്റിക് ആസിഡ് എക്സെട്ര. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന എക്സസ് ആയിട്ട് ഉണ്ടാകുന്ന സോഡിയം ക്ലോറൈഡ്, ചെറിയ തരത്തിൽ യൂറിയ, ഇതെല്ലാം ലാക്റ്റിക് ആസിഡ്, മസിൽ കൺട്രാക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു സാധനമാണ് ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ നമ്മുടെ സ്കിന്നിന് പുറന്തള്ളാറുണ്ട്. അതുപോലെ സെബേഷ്യസ് ഗ്ലാൻഡ് എലിമിനേറ്റ് സർട്ടൻ സബ്സ്റ്റൻസസ് ലൈക്ക് സ്റ്റീറോൾസ്, ഹൈഡ്രോകാർബൺസ് ആൻഡ് വാക്സസ് ത്രൂ സീബം. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ സെബേഷ്യസ് ഗ്രന്ഥിയുണ്ട്, അല്ലേ, സീബം. ആ ഗ്രന്ഥി വഴിയും ഈ സ്റ്റീറോളുകൾ, ഹൈഡ്രോകാർബണുകൾ, അതുപോലെ വാക്സ്, നമ്മുടെ സ്കിന്നിലുള്ള ഓയിലി സബ്സ്റ്റൻസുകൾ, അതുപോലെ ചെവിക്കകത്തുള്ള സീബം, അല്ലേ, ഇയർ വാക്സ്, ഇതെല്ലാം ഒരു പരിധി വരെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ജോലി സ്കിന്നാണ് ചെയ്യുന്നത്. ദിസ് സെക്രീഷൻ പ്രൊവൈഡ്സ് എ പ്രൊട്ടക്റ്റീവ് ഓയിലി കവറിങ് ഫോർ ദ സ്കിൻ. നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് ഈ സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ ഈ ഓയിലി പ്രൊഡക്ഷൻ നമ്മുടെ സ്കിന്നിനെ ഒരു പരിധി വരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അത് പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ എക്സ്ക്രീഷനും ചെയ്യും. അപ്പോൾ സ്കിന്ന്, ലങ്സ് ആൻഡ് ലിവർ പ്ലേസ് എ റോൾ ഇൻ എക്സ്ക്രീഷൻ. ഇനി എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഓരോ സിസ്റ്റം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ആ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡേഴ്സ് പറയാറുണ്ട്, അല്ലേ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസോർഡേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമതാണ് യുറീമിയ എന്ന് പറയുന്ന അവസ്ഥ. The accumulation of urea in blood due to the malfunctioning of kidney is uremia. അതായത് നമുക്കറിയാലോ യൂറിയ എന്ന് പറയുന്ന ഒരു എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആണ്, അല്ലേ, നൈട്രോജീനസ് വേസ്റ്റ് ആണ് യൂറിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും മാൽ ഫങ്ഷനിങ് വന്നാൽ, അതായത് കിഡ്നി നേരാവണ്ണം പ്രവർത്തിക്കാതിരിക്കുന്നതിനെയാണ് മാൽ ഫങ്ഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ മാൽ ഫങ്ഷനിങ് ഓഫ് കിഡ്നി മേ റിസൾട്ട് ഇൻ ദ അക്കുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡിൽ യൂറിയ അടിഞ്ഞുകൂടും. നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂറിയ എന്ന് പറയുന്നത് ഉണ്ടാകുമ്പോൾ നമ്മൾ പുറത്ത് കളയുന്നത് കിഡ്നി വഴിയാണ് പുറത്ത് കളയുന്നത്, അല്ലേ. അപ്പോൾ കിഡ്നി പ്രവർത്തിക്കാതായി കഴിയുമ്പോൾ ബ്ലഡിൽ യൂറിയ അക്യുമുലേറ്റ് ചെയ്യും, അടിഞ്ഞുകൂടും. അത് അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് യുറീമിയ എന്ന് പറയുന്നത്. ഈ രോഗങ്ങളെയെല്ലാം നമ്മൾ പഠിച്ചു വെച്ചത്. അപ്പോൾ അക്യുമുലേഷൻ ഓഫ് യൂറിയ ഈസ് കോൾഡ് ആസ് യുറീമിയ. ഇപ്പോൾ ബോഡിയിൽ കിഡ്നി പ്രവർത്തിക്കാതായാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു കിഡ്നി പ്രവർത്തിക്കാതായാൽ കുഴപ്പമില്ല, മറ്റേ കിഡ്നി പ്രവർത്തിച്ചോളും. പക്ഷെ 2 കിഡ്നിയും ഫോൾട്ട് ആയി കഴിയുമ്പോൾ ആ ആളുടെ ശരീരത്തിൽ യൂറിയ പോലുള്ള നൈട്രോജീനസ് വേസ്റ്റ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആൾക്ക് പിന്നെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്, അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഡയാലിസിസ്. ഇറ്റ് ഈസ് ദ പ്രോസസ് വിച്ച് ഈസ് യൂസ്ഡ് ടു പ്യൂരിഫൈ ദ ബ്ലഡ് ഓഫ് പേഴ്സൺസ് സഫറിങ് ഫ്രം കിഡ്നി ഫെയിലർ. എന്തിനു വേണ്ടിയുള്ളതാണ്? ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇൻ ഹീമോ ഡയാലിസിസ് ബ്ലഡ് ഈസ് ടേക്കൺ ഔട്ട് ഫ്രം ആൻ ആർട്ടറി ആൻഡ് മിക്സ്ഡ് വിത്ത് ദ ആൻറ്റികോയാഗുലൻറ്റ് ഹെപ്പാരിൻ. ആദ്യം എന്താ ചെയ്യുന്നത്? അവിടെ ആർട്ടറിയിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യുന്നു, എന്നിട്ട് ആ ബ്ലഡിൻ്റെ അകത്ത് ഹെപ്പാരിൻ ആഡ് ചെയ്യുന്നു. ഹെപ്പാരിൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആൻറ്റികോയാഗുലൻ്റ് ആണ്. ബ്ലഡ് ക്ലോട്ടായി പോവാതിരിക്കണമല്ലോ, അതിനു വേണ്ടി ഹെപ്പാരിൻ ആഡ് ചെയ്യുന്നു. എന്നിട്ട് അതൊരു ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഹീമോ ഡയാലിസർ എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസിലേക്ക് കടത്തിവിടുന്നു. അതിനുള്ളിൽ വെച്ച്
ഈ പ്യൂരിഫിക്കേഷൻ നടത്തുകയും അതുവഴി തിരിച്ച് നമ്മുടെ വെയിനിലേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ ആർട്ടിഫിഷ്യൽ കിഡ്നി കണ്ടെയ്ൻ എ സെല്ലോഫാൻ ട്യൂബ്. ആർട്ടിഫിഷ്യൽ കിഡ്നിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്തൊരു പോറസ് ആയിട്ടുള്ള ഒരു ട്യൂബ് ഉണ്ട്. പോറസ് സെല്ലോഫാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിഴുത്തയുള്ള ഒരു ട്യൂബിൽ കൂടിയാണ് കടത്തി വിടുന്നത്. ആ ട്യൂബ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ഫ്ലൂയിഡ്, നമ്മുടെ ബോഡി ഫ്ലൂയിഡിന് സിമിലർ ആയിട്ടുള്ള ഒരു ബോഡി ഫ്ലൂയിഡിൻ്റെ ഒരു ടാങ്കിൽ കൂടിയാണിത് കടന്നു പോകുന്നത്. ദ ആർട്ടിഫിഷ്യൽ കിഡ്നി കണ്ടെയ്ൻ എ സെല്ലോഫാൻ ട്യൂബ് bathed in a fluid with ionic concentration similar to plasma. നമ്മുടെ പ്ലാസ്മയ്ക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡിൽ കൂടി കടന്നു പോകുന്ന ഒരു സെല്ലോഫാൻ ട്യൂബ് വഴിയാണ് നമ്മുടെ ബ്ലഡ് അപ്പോൾ കടന്നു പോകുന്നത്. The porous cellophane membrane allow the passage of molecules based on concentration gradient. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം റിമൂവ് ചെയ്യുന്നത് ഒരു കോൺസെൻട്രേഷൻ്റെ വ്യത്യാസത്തിലാണ് ഇവിടെ റിമൂവ് ചെയ്യുന്നത്. As the blood passes through the cellophane tube, the waste diffuses from the blood. ഇതിൻ്റെ ബ്ലഡിൽ നിന്നുള്ള വേസ്റ്റ് എല്ലാം ഈ ഫ്ലൂയിഡിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. The cleared blood is pumped back to the body through a vein after adding anti-heparin to it. എന്നിട്ട് ഇത് പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തെടുത്തിട്ട് ആൻറ്റി ഹെപ്പാരിൻ ആയിട്ടുള്ള മരുന്ന് ആഡ് ചെയ്യും. മുമ്പേ നമ്മൾ ഹെപ്പാരിൻ കൊടുത്തു, തിരിച്ച് നമ്മൾ എന്ത് ചെയ്തു, ആൻറ്റി ഹെപ്പാരിൻ കൊടുത്തിട്ട് തിരിച്ച് നമ്മുടെ വെയിനിലേക്ക് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ ഒരാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നതാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ ചെയ്താൽ മാത്രമേ ഒരാൾക്ക് 2 കിഡ്നി ഫെയിലർ ആയിട്ടുള്ള ഒരാളിനെ നമുക്ക് ജീവനോടെ ഇരുത്താൻ കഴിയാറുള്ളൂ. അപ്പോൾ ഹീമോഡയാലിസിസിൻ്റെ സ്റ്റെപ്പ് ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നതാണ്. ബ്ലഡ് ഈസ് ടേക്കൺ ഔട്ട് ഫ്രം ആൻ ആർട്ടറി മിക്സ്ഡ് വിത്ത് ആൻറ്റികോയാഗുലൻറ്റ് ഹെപ്പാരിൻ. ബ്ലഡ് ഈസ് പമ്പ്ഡ് ടു ആർട്ടിഫിഷ്യൽ കിഡ്നി. Waste diffuses from the blood. Add anti-heparin. Clear blood is pumped back to the body through a vein. ഇത് നമുക്ക് അതിൻ്റെ സ്റ്റെപ്സ് ഒന്നും പഠിക്കാനായിട്ടില്ല. എന്താണ് ഹീമോഡയാലിസിസ് എന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കുക. മറ്റൊരു ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ് അല്ലേ. നമുക്ക് കിഡ്നി ആരുടെയും കയ്യിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാൻ പറ്റും, ഒരാളിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ 2 കിഡ്നി ഡാമേജ് ആയിട്ടുള്ള ഒരാൾക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു കിഡ്നി ഫിക്സ് ചെയ്യാൻ എവിടുന്നേലും ഒരാൾക്ക് കിഡ്നി മേടിച്ച് വേറൊരാൾ തരാനുണ്ടെങ്കിൽ അവരിൽ നിന്ന് മേടിച്ച് നമുക്ക് ഫിക്സ് ചെയ്യുന്നതിനെയാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസീസ്ഡ് കിഡ്നി മേ ബി റീപ്ലേസ്ഡ് വിത്ത് എ ഹെൽത്തി വൺ ബൈ എ പ്രോസസ് നോൺ ആസ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. Kidney transplantation is the ultimate method in the correction of acute renal failures. എന്തായാലും 2 കിഡ്നി മൊത്തത്തിൽ കേടായ ഒരാൾക്ക് മാത്രമേ സാധാരണ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്താറുള്ളൂ. A functioning kidney is used in transplantation from a donor, preferably a close relative, to maintain the chance of rejection of the immune system of the host. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, നമ്മുടെ കൂടുതൽ അടുത്ത റിലേറ്റീവ്സിൻ്റെ ആരുടെയും സ്വീകരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല. പിന്നെ അതുപോലെ ഒരേ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരിക്കണം. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരു അവയവം നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ബോഡി അതിനെ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് കഴിയുന്നതും ക്ലോസ് റിലേറ്റീവ്സിൻ്റെയൊക്കെ ഇങ്ങനെ കിഡ്നി സ്വീകരിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണെന്ന് പറയുന്നു. മറ്റൊരു അസുഖമാണ് റീനൽ കാൽക്കുലൈ. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് കിഡ്നി സ്റ്റോൺ എന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ. അതാണ് റീനൽ കാൽക്കുലൈ എന്ന് പറയും. സ്റ്റോൺ ഓർ ഇൻസോളുബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈൻ സോൾട്ട് ഓർ ഓക്സലേറ്റ്സ് എക്സെട്ര ഫോംഡ് വിത്തിൻ ദ കിഡ്നി. കിഡ്നിക്കുള്ളിൽ സോൾട്ടുകൾ രൂപപ്പെടുക അല്ലേ. അങ്ങനെ മിനറൽ അയോണുകളൊക്കെ വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ചെറിയ ചെറിയ തരികളായിട്ട് ക്രിസ്റ്റൽസ് ആയിട്ട് മാറുന്നതിനെയാണ് റീനൽ കാൽക്കുലൈ എന്ന് പറയും. പിന്നെ മറ്റൊരു അസുഖമാണ് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖം. അതെന്താണെന്ന് ചോദിച്ചാൽ ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറൂലൈ ഓഫ് ദ കിഡ്നി. അതായത് നമ്മുടെ ഗ്ലോമറൂലയുടെ ഇൻഫ്ലമേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഗ്ലോമറൂലസിനെ കുറിച്ച് അല്ലേ. ഗ്ലോമറൂലസിൻ്റെ അകത്തൂടെയാണ് അരിക്കുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഈ ഇതിന് വീർക്കം ഉണ്ടാവുക, ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗ്ലോമറൂലൈ വീർത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിൻ്റെ അകത്തെ സ്പോറുകളൊക്കെ അടഞ്ഞു പോകും അല്ലേ. സുഷിരങ്ങളിൽ കൂടിയാണല്ലോ നമ്മൾ പറഞ്ഞ ബ്ലഡ് ഊറി പോരുന്ന ആ പ്രോസസ്സ് നടക്കാതെ വരികയും അങ്ങനെ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ
കുറയുകയും ചെയ്യും. അത് ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കാതെ പോകുന്ന ഒരു അസുഖത്തിനെയാണ് ഗ്ലോമറൂലസിൻ്റെ ഇൻഫ്ലമേഷൻ കൊണ്ട് കിഡ്നി പ്രവർത്തനം അവതാളത്തിലാകുന്നതിനെയാണ് നമ്മൾ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ നമ്മുടെ ടെക്സ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒന്ന് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ്, പിന്നെ റീനൽ കാൽക്കുലൈ, പിന്നെ കിഡ്നി ഫെയിലേഴ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഹീമോഡയാലിസിസും ഒന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. പിന്നെ ഉള്ളത് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, യുറീമിയ എന്ന് പറയുന്ന അസുഖം നമ്മൾ പറഞ്ഞിരുന്നു. ഇതെല്ലാം എന്താണ്, കിഡ്നി ഫെയിലേഴ്സാണ്. കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചിരിക്കുക. ഇതോടെ ഈ നമ്മുടെ എക്സ്ക്രിറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ തീർന്നു. ഓക്കെ.